എൻ്റെ പേര് ജോസ് ജോർജ്. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. മൂവാറ്റുപുഴ വാഴക്കുളത്ത് സ്വന്തം വീട്ടിൽ നിന്ന് 25 വർഷമായിട്ട് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. ഞാൻ 27 വർഷമായി ഡോക്ടറായിട്ട്. 2 വർഷം മാത്രമേ ടൗണിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ചെറിയൊരു അപകടമുണ്ടായി. അപകടം നിസ്സാരമാണ്, എന്നാൽ പോലും അത് വലിയ രക്തസ്രാവത്തിന് കാരണമായി. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ഒരു അസുഖമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ജനിച്ച 8 ആൺമക്കളും, ഞങ്ങൾ 11 മക്കളാണുള്ളത്. അതിൽ 3 പെൺപിള്ളേരും 8 ആണുങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പെൺകുട്ടി ഉണ്ടായ ഉടനെ മരിച്ചുപോയി. മറ്റു 2 പേര് ഇപ്പോൾ നിലവിലുണ്ട്. മറ്റ് 8 7 പേരും ഹിമോഫീലിയ എന്ന് പറയുന്ന മാരക രോഗത്തിന് അടിമകളായിരുന്നു. രക്തസ്രാവ രോഗമാണിത്. വൈറൽ ഡിസീസ് എന്നൊക്കെ പൊതുവെ പറയപ്പെടുമെങ്കിലും തെരുവിലെ യാചകന്റെ മകനും ഈ അസുഖം ഉണ്ടാകാം. ലോകചരിത്രം പഠിച്ചപ്പോൾ ലോകത്തിൽ വലിയ രാജാക്കന്മാരുടെ മക്കൾക്ക് ഈ അസുഖം ഉണ്ടായെന്ന് മനസ്സിലായി. ഹിമോഫീലിയ രോഗം എന്ന് പറയുന്നത് വളരെ മാരകമായ രോഗമാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജന്മന ഈ ഹിമോഫീലിയ രോഗത്തോടു കൂടിയാണ് ഇത് ജനിച്ചു വീഴുന്നത്. ഹിമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം കട്ടിയാവാൻ 13 ഘടകങ്ങളുണ്ടെങ്കിലേ മനുഷ്യരുടെ രക്തം കട്ടിയാവുള്ളൂ. മുറിവുണ്ടായി കഴിയുമ്പോൾ രക്തം കട്ടിയാണെങ്കിൽ 13 ഘടകം വേണം. അതിൽ 8ാമത്തെ ഘടകമോ 9ാമത്തെ ഘടകമോ 11ാമത്തെ ഘടകമോ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് ഹിമോഫീലിയ എ, ബി, സി ഇങ്ങനെ 3 ഗ്രൂപ്പായിട്ട് അറിയപ്പെടും. അപ്പോൾ അതിൽ എനിക്ക് 9ാമത്തെ ഘടകമാണ് ഇല്ലാതെ വരുന്നത്. അപ്പോൾ ഘടകം ഏതായാലും സഫറിങ്, വേദനകളെല്ലാം തുല്യമായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ചെറുതായിട്ട് ഒരു മുറിവുണ്ടായാൽ, അപ്പോൾ നമ്മളൊരു വെയിറ്റുള്ള സാധനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജോയിന്റിൽ ബ്ലീഡ് ചെയ്യാം, ഈ ജോയിന്റിൽ ബ്ലീഡ് ചെയ്യാം, ഷോൾഡറിൽ ബ്ലീഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തലച്ചോറ് ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, ദാ നിന്റെ ഇന്ന ഞരമ്പ് പൊട്ടി. അത് ആ ഭാഗത്തെ മസിലിനോട് പറയും കൺട്രാക്ട് ചെയ്യാൻ പറയും, എന്നാൽ ചുരുങ്ങാൻ പറയും, ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉടനെ ഞരമ്പ് മസിൽ കൺട്രാക്ട് ചെയ്യും. കൺട്രാക്ട് ചെയ്യുമ്പോൾ ആ ജോയിന്റ് അങ്ങ് ജാമാവും. ജോയിന്റ് അങ്ങ് ജാമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോയിന്റ് പിന്നെ ഒരു ഇഞ്ച് പോലും അനങ്ങില്ല, സ്റ്റിഫാവും. അപ്പോൾ ആ സമയത്ത് ഹാർട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഹാർട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്ലഡിന് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റില്ലാതെ ഇപ്പുറ കളക്ട് ചെയ്യും. അന്നേരം ഇവിടെയെല്ലാം സിവിയറായിട്ട് വീണ്ടും ബ്ലീഡ് ചെയ്യും, കാരണം മർദ്ദം കൂടി ഇവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനോടൊപ്പം തന്നെ സിവിയർ പെയിൻ ഉണ്ടാകും, കാരണം സർക്കുലേഷനെല്ലാം ബ്ലോക്കായി. അപ്പോൾ സിവിയർ പെയിൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഒരു പരിധി വിട്ട് വേദന താങ്ങാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ തലച്ചോറ് ചെറിയ തോതിൽ മോർഫിൻ ഉണ്ടാക്കും. മോർഫിൻ ഉണ്ടാക്കി തലച്ചോറിലേക്ക് സ്പ്രിങ്കിൾ ചെയ്യും. അപ്പോൾ ഏതാനും സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ അറിയാതെ ഇങ്ങനെ കണ്ണടച്ചു പോകും. ആ കണ്ണടയ്ക്കുന്ന സമയത്ത് വീണ്ടും ഇവിടെ റിലാക്സ് ചെയ്യും. റിലാക്സ് ചെയ്യുമ്പോൾ വളരെ സ്പീഡിൽ ബ്ലഡ് കൈയിലേക്ക് കൂടും. അപ്പോൾ ഇതുവരെ മരച്ചിരുന്ന കൈയിൽ ചുട്ടുപഴുക്കും. അപ്പോൾ ചുട്ടുപഴുത്ത് കഴിയും വീണ്ടും സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പോൾ വീണ്ടും തലച്ചോറ് എന്തേ ബ്ലീഡ് ചെയ്യണം പിടിച്ചോളാൻ പറയും. അപ്പോൾ വീണ്ടും മസിൽ കൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ പ്രവർത്തനം ദിവസങ്ങളോളം ആഴ്ചകളോളം നിൽക്കും. അപ്പോൾ നമ്മൾക്ക് ഉറങ്ങാനോ ഇരിക്കാനോ ഒന്ന് ചിരിക്കാനോ പോലും സാധിക്കാത്ത രൂപത്തിൽ അത്ര സിവിയർ പെയിൻ ആയിരിക്കും. അപ്പോൾ അന്നേരം ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോവുക. അവിടെ ചെല്ലുമ്പോൾ ഓപ്പറേഷൻ തന്നെ ഒരാളെ മയക്കി കിടത്തി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പോലെയുള്ള അത്ര കട്ടിയായുള്ള ഇഞ്ചക്ഷനാണ് നമുക്ക് തരുന്നത്, വേദന അറിയാതിരിക്കാൻ. പക്ഷെ ആ ഇഞ്ചക്ഷൻ കിട്ടിയാൽ പോലും വേദനയ്ക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുമെന്നുള്ളതല്ലാതെ വേദന മാറില്ല. കാരണം ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ പിടിക്കും നല്ലൊരു ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അബ്സോർവ് ചെയ്ത് തീരണമെങ്കിൽ. ആ അബ്സോർവ് ചെയ്ത് തീരുന്നത് വരെ ഇതേപോലെ സിവിയർ പെയിൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ 7 പേര് മരിച്ചുപോയി. അവശേഷിക്കുന്നത് ഞാനാണ്. ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ അസുഖമായിട്ട് ഒരു ഹോമിയോ ഡോക്ടർ ആവാൻ ദൈവകൃപ ലഭിച്ചത് എനിക്കാണ്. ഇനി ആര് വന്നാലും അത് 2ാമത്തെ ആളാവുള്ളൂ. പക്ഷെ ഈ ദൈവകൃപയുടെ പിന്നിൽ ഒത്തിരി പേരുടെ പ്രാർത്ഥനകൾ, മാതാപിതാക്കളുടെയും പൂർവികരുടെയും അനുഗ്രഹങ്ങൾ, സഭയുടെ അനുഗ്രഹങ്ങൾ ഇതെല്ലാം നിലനിൽക്കുന്നു. പല രാജകുടുംബങ്ങളിലും ഇതേപോലെ സൂററ്റ് രാജാവിന്റെ മക്കൾക്ക്, എലിസബത്ത് രാജ്ഞിയുടെ മക്കൾക്ക് എല്ലാം ഇതേ അസുഖം ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ വേദനയ്ക്ക് വിധേയമായിട്ടുണ്ട്. പക്ഷേ വേദനകൾ മാറ്റാം എന്ന് പറഞ്ഞ് വൈദ്യന്മാർ പല
പ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും സമീപിച്ചിട്ടുണ്ട്. ചിലർ നല്ല ചിന്തയോടുകൂടി സമീപിക്കും. മാനുഷിക പരിഗണന വെച്ച് അവർ ദൈവത്തിന്റെ കയ്യിൽ ഉപകരണങ്ങളാണെന്ന് കരുതി ചിന്തിക്കും. അല്ല, അതിൽ തന്നെ സാധാരണ വാക്കുകളും കയറും. കാരണം സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട്, മറ്റ് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. ഉദാഹരണം പറഞ്ഞാൽ, റഷ്യയിലെ നിക്കോളാസ് ചക്രവർത്തിയുടെ അവസാന ചക്രവർത്തിയായ നിക്കോളാസ് ചക്രവർത്തിയുടെ മകന് ഇതേ അസുഖം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേദന കൊണ്ട് പിളഞ്ഞപ്പോൾ റാസ്പുട്ടിൻ എന്നറിയപ്പെടുന്ന സന്യാസി, കള്ളസന്യാസി രാജകൊട്ടാരത്തിൽ കയറി വരികയും എന്തൊക്കെയോ തന്ത്രങ്ങളും മന്ത്രങ്ങളും ചെയ്ത് ആ വേദനയ്ക്ക് ശാന്തി വരുത്തിക്കൊണ്ടിരുന്നു. ഇദ്ദേഹം രാജകൊട്ടാരത്തിലുള്ള സമയത്ത് രാജാവിന്റെ മകന് വേദനയില്ല. ഇദ്ദേഹം രാജകൊട്ടാരത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീണ്ടും വേദന സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ രാജകൊട്ടാരത്തിൽ ഒരു സ്ഥിരമംഗമായിട്ട് കഴിയാൻ ഇദ്ദേഹം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി അവിടെ. ആ സാഹചര്യത്തിൽ അദ്ദേഹം വളരെ ക്രൂകടായിരുന്നു. ആ സാഹചര്യത്തെ മുതലാക്കിക്കൊണ്ട് ഭരണതന്ത്രങ്ങളിൽ അദ്ദേഹം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഭരണം മോശമായി കഴിഞ്ഞപ്പോൾ രാജ്യത്തെ ജനം മുഴുവൻ രാജാവിനെതിരെ, കൊട്ടാരത്തിനെതിരെ തിരിഞ്ഞു. അപ്പൊ അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ വിപ്ലവം ഉണ്ടായി. ആ വിപ്ലവത്തിന്റെ അനന്തരഫലമായിട്ടാണ് റഷ്യയില് രാജഭരണം അവസാനിക്കുകയും കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വരികയും ചെയ്തത്. അതിന്റെ പിന്നില് കാരണക്കാരനായി നിന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തുത ആ രാജകൊട്ടാരത്തിൽ മകനുണ്ടായ രോഗമാണ്. ആ രോഗത്തിലൂടെ അന്ധകാര ശക്തി അവിടെ കയറാൻ ഇടവന്നു. പക്ഷേ എന്റെ ജീവിതത്തിലേക്ക് ദൈവകൃപയാണ് വന്നിരിക്കുന്നത്. കാരണം ഞാൻ യേശുവിനോട് കൂടിയാണ് ജീവിക്കാൻ ആഗ്രഹിക്കും. കാരണം എന്റെ മാതാപിതാക്കൾ യേശുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരുന്നു. 8 മക്കൾക്ക് ഹിമോഫീലിയ ഉണ്ടായി, 7 പേരും മരിച്ചുപോയി. എങ്കിലും എന്റെ മാതാപിതാക്കൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല, എന്തിനാ തമ്പുരാനെ ഈശോയെ എന്റെ മക്കൾക്ക് ഈ അസുഖം തന്നെ, ഇത് വേറെ വല്ലവർക്കും കൊടുക്കാൻ പാടാണോ, ഞങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ട് നീക്കി വെച്ചതാണോ എന്നൊന്നും ഒരു കാരണവശാലും ചോദിച്ചില്ല. മാതാപിതാക്കൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ രോഗത്തെ എടുത്തിരുന്നത്. കാരണം അനേകം ആളുകൾ ഈ രോഗം വന്നു കഴിഞ്ഞിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ എന്റെ മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞിട്ട് മരിച്ചു പോയിട്ടുണ്ട്. കാരണം നമ്മൾക്ക് ഒരു പരിധി വിട്ട് ആരെയും സഹായിക്കാൻ പറ്റില്ല. കാരണം ഞാനും രോഗിയാണ്, വന്നയാളും രോഗിയാണ്. 5 ഏക്കർ സ്ഥലം വിറ്റിട്ട് പുറമ്പോക്കി പോയി കിടന്ന് മരിച്ച, വീട് കെട്ടി കിടന്ന് മരിച്ച ആളുകളും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, രോഗമായിട്ട് വന്നിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് 8 മക്കൾക്ക് ഇതേ അസുഖം ഉണ്ടായിട്ട് 1 സെന്റ് സ്ഥലവും പോലും വിൽക്കാൻ തമ്പുരാൻ ഇടവരുത്തില്ല. അത് കാരണം കർത്താവ് ഉള്ളങ്കയിലാണ് എൻ്റെ മാതാപിതാക്കളെയും ഞങ്ങളെയും താങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കാനും എല്ലാം സാധിക്കുന്നത്. പിന്നെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ഗ്രഹിക്കാനുള്ള കൃപ തമ്പുരാൻ തന്നിട്ടുണ്ട്. കാരണം തമ്പുരാന്റെ വലിയ പദ്ധതി അനുസരിച്ചാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം യേശുവിന് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചം ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് ഈ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. 500 കോടി വർഷമായി ഭൂമി ഉണ്ടായിട്ട് 1400 കോടി വർഷമായി ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് എന്നാണ് ശാസ്ത്ര നിഗമനം. ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ നിഗമനം അങ്ങനെയാണ്. പക്ഷേ ഈ എന്റെ ഒരു ഉള്ളിന്റെ ഉള്ളിലുള്ള ആ വിശ്വാസം അനുസരിച്ച് ഈ 1400 കോടി വർഷം മുമ്പും നിങ്ങളുമുണ്ട്, ഞാനുമുണ്ട്, ആദവുമുണ്ട്, ഇനി അവസാനം ജനിക്കാനിരിക്കുന്നവനുമുണ്ട്. പക്ഷെ അവരാരും ഈ ശരീരത്തിലല്ല. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അബ്രാഹവും ഇസഹാക്കും യാക്കോവും എല്ലാം ദൈവത്തെ സംബന്ധിച്ച് ജീവിക്കുന്നവർ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് അവർ പൂർവ്വപിതാക്കന്മാരായി പോയി, മരിച്ചവരായി പോയി. പക്ഷെ ഇപ്പോഴും അവര് ദൈവത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പോ ഈ 1400 കോടി വർഷം മുമ്പ് പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ, പിന്നെ ഭൂമിയെ 500 കോടി വർഷം സൃഷ്ടിച്ചപ്പോൾ നമ്മളെല്ലാം ചോദിച്ചിട്ടുണ്ടാവും, എപ്പോഴാപ്പാ ഈ സുന്ദരമായ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക്, ആ എസ്റ്റേറ്റിലേക്ക് എന്നെ ഒന്ന് ടൂറിന് പോകാൻ അനുവദിക്കണേ. ഞാൻ ഇവിടെ ഇരുന്ന് ബോറടിച്ചിട്ടായില്ല, ഈ സ്വർഗീയ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് എനിക്ക് ബോറടിച്ചിട്ടായില്ല, എന്നെ ഒന്ന് കാലോടാൻ വിടണം, അതെപ്പോഴാ എന്നെ ഒന്ന് വിടണേ എന്ന് ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ തമ്പുരാൻ നമ്മുടെ ആത്മാവിൽ പഞ്ചിങ് മെഷീനിൽ അടിച്ചു തന്നിട്ടുണ്ടാവും, ഇന്ന ആണ്ട് മുതൽ ഇന്ന നേരം വരെയും, പിന്നെ ഇത്ര സെക്കൻഡും കൂടെ പോയിട്ട് പോരെ. ആ പോകുന്ന സ്ഥലത്ത് ഒത്തിരി കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിടുകയുള്ളൂ. അവിടെ സ്വർണം, രത്നം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, കുലമഹിമ, സൗന്ദര്യം, ആരോഗ്യം, ഇതെല്ലാം ഉണ്ട്, മദ്യം, ഇതെല്ലാം കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇങ്ങോട്ട് എടുത്തോണ്ട് പോരാം എന്നും വ്യാമോഹിക്കരുത്. ടൂറിന്റെ സമയം തീർന്നു കഴിയുമ്പോൾ നീ കൃത്യമായിട്ടും ഇവിടെ എത്തണം. കാരണം സമയത്ത് നിന്നെ കാണാതെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ചു വരാൻ ഇടവരരുത് എന്ന് പറഞ്ഞായിരിക്കണം നമ്മൾ വിട്ടിരിക്കുന്നത്. കാരണം കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ സമയത്ത് അവർ തിരിച്ചെത്തിയില്ലെങ്കിൽ മാതാപിതാക്കളുടെ ഉള്ളിൽ വ്യഗ്രതയായി, അന്വേഷണങ്ങളായി
വേഗം സ്കൂളിലേക്ക് വിളിയായി വേഗം അന്വേഷിച്ച് ചെല്ലും. കാരണം അത് കുട്ടികൾ എന്ന് പറയുന്ന മാതാപിതാക്കളുടെ ജീവന്റെ ഭാഗമാണ്. അതേപോലെ ദൈവത്തിന്റെ ജീവന്റെ ഭാഗമാണ് എല്ലാ മനുഷ്യരും, യേശുവിന്റെ ജീവന്റെ ഭാഗമാണ് എല്ലാ മനുഷ്യരും. അപ്പോൾ ആ ജീവന്റെ ഭാഗം നാശത്തിലേക്ക് പോകുന്നത് കണ്ടിട്ടാണ് യേശു ഭൂമിയിലേക്ക് മനുഷ്യരായിട്ട് അവതരിച്ച് ഈ കാൽവരിയിൽ കയറാനും മൂന്നാടികളാൽ കടന്ന് പിടഞ്ഞു മരിക്കാനും അങ്ങനെ ലോകത്തെ രക്ഷിക്കാനും ഇടവന്നത്. കാരണം അദ്ദേഹത്തിന്റെ ജീവന്റെ ഭാഗം നശിച്ചു പോയി നരകത്തിൽ ചെല്ലുന്നത് യേശുവിന് ഇഷ്ടമല്ല ഒരിക്കലും. അത് ഏത് ജാതി മതസ്ഥന്റെ ആകാം, ഒരു ജാതി ഇല്ലാത്തവന്റെ ആകാം. ആരുടെ ജീവനാണെങ്കിലും അത് യേശുവിന്റെ ജീവന്റെ ഭാഗമാണ്. അത് പിതാവായ ദൈവത്തിൽ യേശുവിലൂടെ എത്തിച്ചേരേണ്ടതാണ്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് ഉള്ളവനായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞായിരിക്കണം നമ്മളെ വിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മളൊക്കെ വരുന്നതിന് മുൻപ് നമ്മൾ ടൂറിന് പോകുമ്പോൾ എന്ത് ചെയ്യും? ആദ്യമായിട്ട് ടൂറിന് പോകുന്ന കുട്ടിയോട് ഉപദേശങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ പോക്കറ്റ് മണി കൂടെ കൊടുക്കും. അപ്പം നമ്മുടെ കയ്യിൽ പോക്കറ്റ് മണി ഒന്നുണ്ട്. അതിന്റെ പേരാണ് ടാലന്റ്. ടാലന്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടറായിരിക്കാൻ ടാലന്റ്, എഞ്ചിനീയർ ആയിരിക്കാൻ ടാലന്റ്, വനിത പ്രൊഫഷണലായിരിക്കാൻ ടാലന്റ്, കയ്യാലമണിക്കാരിക്കാൻ ടാലന്റ് എന്ന് പറഞ്ഞ നിസ്സാരം. ഒരു ഭിക്ഷക്കാരനായിരിക്കാൻ പോലും ടാലന്റ് വേണം. കാരണം അതിന്റെ യോഗ്യതയില്ലാത്തവൻ ഭിക്ഷയായിരിക്കാൻ പോയി ഒന്നും കിട്ടില്ല, വെറുതെ പട്ടിണി കിടക്കുള്ളൂ. അപ്പോൾ അതിനും ഉണ്ടൊരു ടാലന്റ്. അപ്പോൾ ഈ ടാലന്റ് ഉപയോഗിച്ച് വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ, നമ്മുടെ ഈ ടൂർ പൂർത്തിയാക്കാൻ. അപ്പോൾ ടൂറിന് പോകുന്ന കുട്ടി, ആദ്യമായിട്ട് പോകുന്ന കുട്ടി കാഴ്ചകളെല്ലാം കണ്ടിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ആദ്യം ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, അവൻ സ്വന്തം മാതാപിതാക്കളോട് പറഞ്ഞു, അപ്പാ ഞാൻ ഇന്നിന്റെ കാര്യങ്ങളൊക്കെ കണ്ടു, പക്ഷേ ഒന്നും അപ്പനും അമ്മയ്ക്കും ഒന്നും വാങ്ങിച്ചുകൊണ്ട് വന്നില്ല. കാര്യം പോക്കറ്റ് മണിയൊക്കെ തന്നായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിച്ചോളൂ. അതെന്താ മോനെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരട്ടെ, അപ്പനും അമ്മയ്ക്കും വാങ്ങിച്ചുകൊണ്ട്. അതെ, എന്റെ കൂട്ടുകാരന്റെ പോക്കറ്റ് അടിച്ചു പോയി, അല്ലെങ്കിൽ എങ്ങനെയോ പൈസ പോയി. അതുകൊണ്ട് ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് പോയി ചോറ് വാങ്ങിച്ചു കൊടുത്തു. ഞാനും കഴിച്ചു ഭക്ഷണം. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് പോയി ഞാൻ ചായ വാങ്ങിച്ചു കൊടുത്തു, ഞാനും ചായ കുടിച്ചു. ബാക്കി 5 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് അപ്പനും അമ്മയ്ക്കും മേടിക്കാൻ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ട് അപ്പൻ്റെ കയ്യിൽ ഇതാ ബാക്കി 5 രൂപ തന്നേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മാനുഷിക ചിന്തയുള്ള അപ്പനാണെങ്കിൽ ചിന്തിക്കും, മറ്റു കൊച്ചിന് പറ്റിയതുപോലെ എൻ്റെ കൊച്ചിന് പറ്റാമായിരുന്നു, പക്ഷെ പറ്റിയില്ല, അതെന്തോ എൻ്റെ കൊച്ചിന്റെ ഭാഗ്യം. ദൈവിക ചിന്തയുള്ള അപ്പനാണെങ്കിൽ വിചാരിക്കും, യഥാർത്ഥത്തിൽ എൻ്റെ മകൻ ചെയ്യേണ്ടത് ചെയ്യൂ. കാരണം അവന്റെ സഹോദരനിലും ഈശ്വര ചൈതന്യം കാണാൻ അവന് കണ്ണുണ്ടായി, അവന് പക്വതയായി. ഇനി മേലിൽ അവൻ ടൂറിന് പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിനുമായി ബിസിനസ്സിൽ ഏർപ്പെട്ടാലും മറ്റെന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അവന്റെ കയ്യിലേക്ക് സമ്പത്ത് എണ്ണി കൊടുക്കേണ്ട കാര്യമില്ല. ഇന്ന് അതേ മോനെ, എന്റെ നിക്ഷേപഭാഗം ഇരിക്കണു, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കണോ, നീ എടുത്തോ കൊണ്ടുപോകൂ. കാരണം വളരെ പക്വതയോടുകൂടി ദൈവവിചാരത്തോടുകൂടി മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ, ഒരു താലന്ത് പോലും നശിപ്പിക്കില്ല എന്ന് ബോധ്യം വന്നു. അപ്പോൾ ഒരു നാണയവും നശിപ്പിക്കില്ല എന്ന് ബോധ്യം വന്ന പിതാവ് മകനിന്റെ പ്രവൃത്തിയിൽ സംപ്രീതനായി. അപ്പോൾ അതാണ് ഒരു വിഭാഗം ആളുകൾ. രണ്ടാമത്തെ കുട്ടി വന്നിട്ട് അദ്ദേഹത്തിന്റെ അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് കുറച്ചുകൂടെ പണം വേണം. അതെന്താ മോനെ? അപ്പം തന്നുവിട്ട പണം തികഞ്ഞില്ല, അതിന് തികയാത്തെ. ഞാൻ JCB ട്രെയിന് ഇങ്ങനെ ടോയ്സൊക്കെ പ്ലെയിനൊക്കെ വാങ്ങിച്ചു, അത് കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് കൂട്ടുകാർക്ക് ഇനി സ്കൂളിൽ ചെല്ലുമ്പോൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ വാങ്ങിച്ച ടോയ്സിന്റെ അത് ഫോർസിലിട്ടേക്കുക. ഫോർസിലിട്ടേന്നാ ഞാൻ മെക്കാനിസം പണിത് നോക്കി, അപ്പോൾ അതിന്റെ തലയും ഒടിഞ്ഞു, വാലും ഒടിഞ്ഞു, എല്ലാം പോയി, ഉപയോഗശൂന്യമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഫോർസിലിട്ടേക്കണേ. അപ്പോൾ കൊടുത്ത താലന്തുകൾ വിവേകത്തോടുകൂടി ഉപയോഗിക്കാൻ ഈ കുട്ടിയേക്ക് സാധിച്ചില്ല. അപ്പോൾ അവന് കൊടുത്ത താലന്ത് കൊണ്ട് പ്രയോജനം ഉണ്ടായി ഇല്ല, നാശം മാത്രമേ ഉണ്ടായുള്ളൂ, ബാധ്യത മാത്രം അവശേഷിച്ചു. മൂന്നാമത്തെ കുട്ടിയോട് വന്നിട്ട് പറഞ്ഞു, അവന്റെ പിതാവിനോട് പറഞ്ഞു, അപ്പം തന്നുവിട്ട മൊത്തവും പൈസ ഇന്നാ. അപ്പൊ എന്താ മോനെ, നീ ചോറിണ്ടില്ല ഉച്ചയ്ക്ക്? ചോറുണ്ടാനോ? ചോറുണ്ട് കഴിഞ്ഞാൽ കാശ് പോവില്ല നമ്മളെ, അതുകൊണ്ട് ചോറുണ്ടില്ല. വൈകുന്നേരം ചായ കുടിച്ചോ? ചായ കുടിച്ചില്ല. ചായ കുടിച്ചു കഴിഞ്ഞാൽ കാശ് പോവില്ലേ? അപ്പൊ പിശുക്കിന്റെ ഉസ്താദാണ് അവൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത താലന്ത് അവൻ ഉപയോഗിച്ചില്ല. അപ്പോൾ മേലിൽ അവന്റെ കയ്യിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ടൂറിന് വിട്ടു കഴിഞ്ഞാൽ അധ്യാപകരോട് പറയും, എന്റെ മകൻ ഭയങ്കര പിശുക്കനാണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ചായ മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചോറ് മേടിച്ചു കൊടുക്കണം. അവൻ തന്നെ ഒന്നും കഴിക്കില്ല. ഇത് മനുഷ്യ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന 3 വിഭാഗം ആളുകളാണ്. കൊടുത്ത താലന്ത് വിവേകത്തോടുകൂടി ഈശ്വര വിചാരത്തോടുകൂടി ഉപയോഗിച്ച് ദൈവരാജ്യത്തിലേക്ക് വേണ്ടിയിട്ട് ആത്മാക്കളെ നേടുന്ന ഒരു വിഭാഗം. അവരാണ് വിവേകമതികളായ കന്യകമാർക്ക് തുല്യരായിട്ടുള്ളവർ, താലന്ത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചത്. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ആവശ്യത്തിലധികം കിട്ടിയിട്ട് പോലും ഈശ്വര വിചാരത്തോട് ഉപയോഗിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തോന്നിയാസം കളിച്ച് ജീവിതം നശിപ്പിച്ച ആളുകൾ.
അവർ ടോയ്സും അതൊക്കെ വാങ്ങിച്ചു കൂട്ടി, ആഡംബര വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടി, സ്വർണം വാങ്ങിച്ചു കൂട്ടി, രത്നം വാങ്ങിച്ചു കൂട്ടി. പക്ഷെ ഒന്നും ദൈവരാജ്യത്തിലേക്ക് കൊണ്ടാൻ പറ്റില്ല എന്ന് അവസാനം ബോധ്യപ്പെട്ട ആളുകൾ, അത് വിവേകത്തോട് വേഗം നശിപ്പിച്ചു കളഞ്ഞ ആള്. മൂന്നാമത്തെ വിഭാഗം തനിക്ക് കിട്ടിയ താലന്തിന്റെ വിലയറിയാതെ അത് മണ്ണി കുഴിച്ചു കൂടുകയോ തൂവാലെ പോന്ന് തലേണ താഴെ വയ്ക്കുകയോ ചെയ്ത പാർട്ടികൾ. ഇതാണ് മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ യേശുവിന്റെ പക്കൽ അവാർഡുള്ളൂ, അല്ലെങ്കിൽ റിവാർഡുള്ളൂ. പിന്നെ നമ്മൾ ജാഗരൂകരായിരിക്കണമെന്ന് യേശു എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം എപ്പോഴാണ് മരണം വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. യേശു രണ്ടാം വരവ് എപ്പോഴാണെന്ന് അത് സ്വർഗത്തിലിരിക്കുന്ന പിതാവിന് മാത്രമല്ല, പുത്രന് പോലും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. നല്ലവനായിട്ട് ജീവിക്കാം, അത് എല്ലാ കാലവും വേണം. കുറച്ചു കാലം നല്ലവനായിട്ട് ജീവിച്ചാൽ പോരാ, കുറച്ചു കാലത്തേക്ക് മോശമായിട്ട് ജീവിച്ചിട്ട് വീണ്ടും നല്ലവനാണെന്ന് വിചാരിച്ചാൽ നടക്കില്ല കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വലിയ വചനപ്രഘോഷകനാണ്, വലിയ ധ്യാനകേന്ദ്രത്തിന്റെ ആളാണ്, ഒത്തിരി പേര് കൗൺസിലിംഗ് നടത്തുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അടുത്ത സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറയുകയാണ്, അപ്പോഴേ ബ്രദറെ നമുക്കൊരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ സാറേ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഷാമ്പെയിൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്, കുടിച്ചിട്ടുണ്ടോ? ഇല്ല, അത് നല്ലൊരു പ്രത്യേകതരം മദ്യമാണ്, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണിത് എന്ന് പറഞ്ഞിട്ട് ആരും കാണണ്ട, വെള്ളമൊന്നും ചേർക്കാതെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കുപ്പി അങ്ങ് കയ്യിലേക്ക് മേടിച്ചു. ആരും കാണുമില്ല, ഉറപ്പ് വരുത്തി. കാരണം സൽപ്പേരിനൊന്നും കോട്ടം വരില്ല അത് കുടിച്ചെന്ന് കരുതി, അപ്പോൾ പൂസാവൂല്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുപ്പി കയ്യിലേക്ക് അങ്ങ് മേടിച്ച സമയത്ത് ഇവൻ അറ്റാക്ക് വന്നങ്ങ് മരിച്ചുപോയി. അറ്റാക്ക് വന്ന് മരിച്ചു കഴിഞ്ഞാൽ ബോഡി ഇവിടെ കിടക്കും, ഞാൻ തന്നെയാണെന്ന് വെച്ചോ ഇയാള്, എന്റെ ബോഡി ഇവിടെ കട്ടിലേക്ക് കിടക്കും, അല്ലെങ്കിൽ താഴെ കിടക്കും. അപ്പോൾ എന്റെ ആത്മാവ് എവിടെ ചെല്ലും? പത്രോസിന്റെ മുമ്പിൽ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചോദിക്കും, കണക്ക് നോക്കുമ്പോൾ ലാസ്റ്റ് ഇവനെ പിടികിട്ടിയ സമയത്ത് എന്തായിരുന്നു ഇവൻ ചെയ്തുകൊണ്ടിരുന്നത്? അവന്റെ കയ്യിൽ കുപ്പി ഉണ്ടായിരുന്നു എന്ന് പറയും. അത് പറഞ്ഞു അവന്റെ കഴിഞ്ഞ കാലങ്ങളൊക്കെ മറന്നു കളഞ്ഞേരെ കിട്ടിയതനുസരിച്ച് കൊടുത്തേക്കാൻ പറഞ്ഞു. എന്റെ ജീവിതം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി? ലാസ്റ്റ് അവസാന മുഹൂർത്തത്തിൽ എന്റെ ജീവിതം കോട്ടമായിട്ട് മാറി. അപ്പോൾ എന്നെ കാത്തിരിക്കുന്നത് എന്താ? നരകവാതിലായിരിക്കും. അതേസമയം ജീവിതത്തിൽ ഒരിക്കലും നന്മ ചെയ്യാത്ത ഒരു വ്യക്തി രാവിലെ മദ്യ ഷാപ്പിലേക്ക് ഓടുകയാണ്. രാവിലെ ആകുമ്പോൾ കൈ കാലം പറിക്കാൻ തുടങ്ങും. അപ്പോൾ അവരും ഷാപ്പിൽ പോയി അല്ലെങ്കിൽ ബാറിൽ പോയി വേറെ ആ മദ്യത്തിന്റെ ലെവൽ കറക്റ്റായെങ്കിലേ അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഓടുന്ന സമയത്ത് റോഡിന്റെ സൈഡിൽ ഒരു ആള് വണ്ടി ഇടിച്ച് കിടക്കുവാണ്. അദ്ദേഹം വെള്ളം വെള്ളം എന്ന് വിളിച്ചു പറയുകയാണ്. വെള്ളം വെള്ളം എന്നുള്ള ആ വാക്കിന് മദ്യപാനികൾക്ക് വലിയ ആകർഷണമുണ്ട്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ വെള്ളവും കുപ്പിയൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്തോ, നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പാറക്കെട്ടിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, അതിന്റെ സൈഡിൽ ചേമ്പെന്ന് പറയുന്ന ചെടി മുളച്ചു നിൽപ്പുണ്ട്, വലിയ വീതിയുള്ള ഇലയുള്ള ചെടി. അത് ഓടി ചെന്നിട്ട് ഒരു കാര്യം ചെയ്തോ, ഏതായാലും വെള്ളം അല്ലേ ഇതേലും ചോദിക്കണേ, ഒരു തുള്ളി വെള്ളം തൊട്ട് കൊടുത്തിട്ട് ഷാപ്പിലേക്ക് പോയേക്കാം എന്ന് കരുതി ആ ഒരു ചേമ്പിന്റെ ഇലയും പറിച്ചു, അത് വളച്ചു കൂട്ടി ഒഴുകി വരുന്ന ആ വെള്ളത്തിലേക്ക് ഉറവയിലേക്ക് കാണിച്ചു. എന്നിട്ട് ഈ വഴിക്ക് അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ വായിലേക്ക് ഒഴിച്ചങ്ങ് കൊടുത്തു. ആ ഒഴിച്ചങ്ങ് കൊടുക്കുന്ന സമയത്ത് ഒരു പയ്യൻ ചെത്ത് സ്റ്റൈൽ ബൈക്ക് വാങ്ങിട്ട് വന്നിട്ട് ഇയാൾക്കിട്ട് ഒരു ഇടി കൊടുത്തു. അപ്പോൾ ഇയാൾ തെറിച്ച് പിന്നെ റോട്ടിൽ വീണു, തലയടിച്ചു, തല പൊട്ടി, ബോഡി അവിടെ കിടന്നു, ആൾ മരിച്ചുപോയി. അപ്പോൾ എന്റെ ആത്മാവ് പോയതുപോലെ ആ വ്യക്തിയുടെ ആത്മാവും പോകും. പോയി കഴിയുമ്പോൾ ഇവിടെ ബോഡി റോട്ടിൽ കിടക്കും, ആത്മാവിടെ പത്രോസിന്റെ മുമ്പിലേക്കും. അപ്പോൾ പത്രോസ് പറയും, ഒരു കള്ളച്ചീരിയൊക്കെ ചിരിച്ചിട്ട് പറയും, മോനെ നീ ചെയ്ത് ഭൂമിയിൽ ചെയ്തു കൂട്ടിയ എല്ലാ വികൃതിയും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നല്ല മാഞ്ഞുപാത രേഖയിലാണ് എഴുതി വെച്ചത്. പക്ഷേ നിന്റെ അവസാനം നിന്നെ പിടികിട്ടിയ സമയത്ത് നീ എന്ത് ചെയ്യായിരുന്നു? ദാഹിക്കണവന് വെള്ളം കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിന്റെ കഴിഞ്ഞ ചെയ്തികളെല്ലാം ഞാൻ മറന്നിരിക്കുന്നു, പുതിയതനുസരിച്ച് നിന്നെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയും. അതാണ് യേശു കുരിശിൽ കിടന്ന നല്ല കള്ളനോട് പറഞ്ഞത്. നീ ഇന്ന് എന്നോടുകൂടി പറയിസ്രായേലായിരിക്കും.